പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂൺ മാസം 13 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയമാണിത്. ഈ സമയത്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ കരങ്ങളൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ള. നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ. സ്തോത്രം 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 കർത്താവേ. അത് കഴിഞ്ഞ പോൽക്കാലം നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രമപ്പ. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രമപ്പ. സ്തോത്രം 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 സ്തോത്രമപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രമപ്പ. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 109:30, ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അങ്ങയെ പുകഴ്ത്തും. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അത്യന്തം സ്തുതിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്രേറ്റ്ലി പ്രൈസ്, ഐ വിൽ ഗ്രേറ്റ്ലി പ്രൈസ്. എത്രമാത്രം സ്തുതിക്കാൻ പറ്റുമോ അത്രമാത്രം ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ മധ്യേ അമേൻ അമേൻ ഒന്നിച്ച് സഭകളുടെ നടുവിൽ നിന്നുകൊണ്ട് ആമേൻ ഞാൻ കർത്താവിനെ ആമേൻ പുകഴ്ത്തും, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. ഒരിക്കലൂടെ ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളോടുള്ള സ്നേഹമോർക്കുമ്പോൾ സ്തോത്രം, കരുണയോർക്കുമ്പോൾ സ്തോത്രം, ദയക്കായിട്ട് വാത്സല്യത്തിനായിട്ടൊക്കെ സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങ് ഞങ്ങളെ കരുതുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായിട്ട് ഒരിക്കലൂടെ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. അവരിന്നായിരിക്കുന്ന അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിൽ അതിന്മേൽ ദൈവിക അത്ഭുതത്തെ കർത്താവ് അയക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ടല്ലോ. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവിക ശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അവർ ചാടി എഴുന്നേൽക്കട്ടെ. പൂർണ്ണ വിടുതൽ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ ആരോഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവെ അമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലെ ദോഷങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുക. പല വിധത്തിലുള്ള ദോഷങ്ങൾ മുഖാന്തരം ആമേൻ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ യാതനകൾ അനുഭവിക്കുന്നവർ, നാളുകളായി അത് ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ദോഷങ്ങൾ മാറി സമാധാനം അനുഭവിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ, ദൈവിക കൃപ അനുഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴി തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അനുയോജ്യമായ ആലോചനകൾ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുയോജ്യമായ ആലോചനകൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മറ്റു ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിലെ മറ്റു ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടല്ലോ. കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുക്കണം. 1. 2, കർത്താവെ അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് പോകണം എന്നുള്ള ബുദ്ധി, ദൈവിക ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൈകളിൽ തരുന്നു. നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. ഞായറാഴ്ചത്തെ ഇൻ ഗ്ലോറി
10 മണിക്കൂർ കർത്താവെ ആ മീറ്റിംഗും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. തക്ക സമയത്ത് നിങ്ങൾ ഓടി വന്ന് പങ്കെടുക്കുക. ആരും തന്നെ മിസ്സാകരുത് കേട്ടോ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നലെ കേട്ടതിൻ്റെ തുടർമാനമായിട്ടാണ് ഇന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത് വണ്ടേഴ്സ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ അത്ഭുതങ്ങൾ, രക്ഷയ്ക്കകത്തുള്ള അത്ഭുതങ്ങൾ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലായത്, പാപങ്ങൾ മോചിക്കപ്പെട്ടത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ പാപങ്ങൾ മോചിക്കപ്പെട്ട നമ്മൾ ഇന്ന് കേൾക്കുന്നത് ആ പാപങ്ങൾ മോചിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില മാറ്റങ്ങളാണ്. അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുക, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതോടുകൂടെ, യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ചതോടുകൂടെ നമ്മളിനി അന്യന്മാരല്ല, സ്ട്രേഞ്ചേഴ്സ് അല്ല, ഫോറിനേഴ്സുമല്ല. അതായത് ദൈവരാജ്യത്തിൽ അന്യന്മാരല്ല, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് അല്ല, പിന്നെ ആരല്ല? ഫോറിനേഴ്സ്, പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്ര. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. 2 കാര്യം മാറി. എന്തോ ആയിരുന്നു 2 കാര്യം? 1 അന്യന്മാരായിരുന്നു, 2 പരദേശികളായിരുന്നു. എന്നാൽ കർത്താവിലായതോടുകൂടെ നമ്മൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി, അതായത് സ്വർഗീയ പൗരന്മാരായി തീർന്നു. 2 സിറ്റിസൺഷിപ്പ് കിട്ടി. അതാണ് പറയുന്നത്, ആമേൻ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമുക്കിപ്പോൾ എവിടുത്തെ പൗരത്വം കിട്ടി? സ്വർഗത്തിലെ പൗരത്വം കിട്ടി. 2, നമ്മുടെ ഭവനം ദൈവിക കുടുംബക്കാരായി മാറി. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമ്മുടെ അപ്പയായി മാറി. നമ്മൾ എന്തായി മാറി? അപ്പൻ്റെ കുടുംബക്കാരായി മാറി. അതായത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറി, ഭവനക്കാരായി മാറി. ഒരു ഭവനത്തിൽ ഭവനക്കാരനാകുന്നത് അവിടുത്തെ മകനാകുമ്പോഴാണ്, അല്ലെങ്കിൽ മകളാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായതോടുകൂടെ നമ്മൾ ദൈവിക കുടുംബത്തിലെ അംഗമായി മാറി. ഇന്ന് നിങ്ങൾക്ക് സന്തോഷത്തോടെ ആ കൈകളെ ഉയർത്തിയിട്ട് വിളിച്ച് പറയാം, ഞാൻ ദൈവിക കുടുംബത്തിലെ അംഗമാണ്. ആമേൻ. ഈ വലിയ കുടുംബത്തിൻ്റെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബവും ഞാൻ ദൈവത്തിൻ്റെ കുടുംബമാണ്. ഏറ്റവും സമ്പന്നമായ കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുടുംബമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കുടുംബമാണ്. ഏറ്റവും മഹത്വമുള്ള കുടുംബം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കുടുംബമാണ്. ആ മഹത്വമേറിയ, ശ്രേഷ്ഠമേറിയ വലിയ കുടുംബത്തിലെ അംഗമായി തീരുവാൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനക്കാരനാകുന്നെന്ന്. അവൻ നമ്മൾ സാധാരണക്കാരല്ലെന്ന്, അവൻ സാധാരണ കുടുംബക്കാരല്ലെന്ന്, നമ്മൾ ദൈവിക കുടുംബക്കാരായി മാറി. ഇനിയും ആ സാൽവേഷനകത്ത് സംഭവിച്ച അടുത്തൊരു കാര്യം 1 പത്രോസിന്റെ ലേഖനം 2:9-10 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളും അന്ധകാരത്തിലായിരുന്നു, അമേൻ, എവിടോട്ട് വിളിച്ചു? നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. അമേൻ, അമേൻ, അമേൻ. നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമായി മാറി. അപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരിക മാത്രമല്ല, രാജകീയ പുരോഹിത വർഗമായി തീർന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് മാറി, നമ്മുടെ സ്റ്റാൻഡേർഡ് മാറി. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഹല്ലേലൂയ. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കർത്താവ് നമുക്ക് തന്നു. എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് മാറി, സ്റ്റാറ്റസ് മാറി എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ രാജകീയ പുരോഹിത വർഗമായി മാറി. അവൻ മുൻപേ നമ്മൾ അന്യന്മാരായിരുന്നു, പരദേശികളായിരുന്നു, ദൈവിക ഭവനത്തിലെ അംഗങ്ങളല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ സഹപൗരന്മാരും ദൈവിക ഭവനത്തിലെ അംഗമായി അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. അതുമാത്രമല്ല, നമ്മൾ രാജകീയ പുരോഹിത വർഗമായി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവെ, അങ്ങനെ രാജകീയ പൗരോഹിതൻ ആക്കി തീർത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും ഉണ്ടായ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത വാക്യത്തിൽ പറയുന്നു, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവിടെ പറയുക, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. അപ്പോൾ യേശു ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? നമ്മൾ സാധാരണക്കാരായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറി. മുമ്പ് അപ്പോൾ രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ജനമല്ലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ജനമായി മാറി. ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. അടുത്ത് പറയുന്നു, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. മാമേൻ, മുമ്പേ നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ കരുണാപാത്രങ്ങളായിരുന്നില്ല, ദൈവിക ഫേവറിന് യോഗ്യതയുള്ളവരായിരുന്നില്ല.
എന്നാൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവർ, ഹല്ലേലൂയ, അതായത് ദൈവത്തിൻ്റെ മേഴ്സി ഇന്ന് നമ്മുടെ മേലുണ്ട്, കർത്താവിൻ്റെ ഫേവർ ഇന്ന് നമ്മുടെ മേലുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി സൗജന്യമായി ലഭിക്കപ്പെട്ടിരിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ ഈ രക്ഷയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ. എന്തൊക്കെ കേട്ടു? ഒന്ന്, ഇന്ന് നമ്മൾ കേട്ടു, ആമേൻ, ആകയാൽ നമ്മൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, പിന്നാരായി മാറി വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും, ആമേൻ, ദൈവത്തിൻ്റെ കുടുംബക്കാരുമായി മാറി. അന്ധകാരത്തിൽ നിന്ന് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. ആമേൻ, രാജകീയ പുരോഹിത വർഗമായി മാറി. നമ്മൾ മുമ്പേ ജനമല്ലാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനമായി മാറി. കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോഴോ കരുണ ലഭിച്ചു. ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും പറഞ്ഞ് അല്പസമയം കർത്താവിനെ നിങ്ങൾ ആരാധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. ആമേൻ, നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.